യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ക്രിസ്തു ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ് ക്രിസ്തു എന്നുള്ളത്. അപ്പോൾ ക്രിസ്തു ദൈവത്തിൽ മറഞ്ഞു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും മനുഷ്യന് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാത്തത്? അത് ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മിസ്റ്ററിയാണ് ക്രിസ്തു എന്നുള്ളത്. ഇവിടെ പൗലോസ്ലിഹ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിലെ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ കാരണം പൗലോസ്ലിഹ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3, 4, 5 വചനത്തിലൂടെ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നത്. ആ വചനം ഞാനൊന്ന് വായിക്കാം. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഇപ്പോൾ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നത് കാലങ്ങളിലെ മനുഷ്യർക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലായിരുന്നു. ഈ കാലഘട്ടത്തിലും മനുഷ്യർക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലാത്തതിന്റെ കാരണം ഇവിടെ പൗലോസ്ലിഹ പഠിപ്പിക്കുകയാണ്. എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു വന്ന് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ മർമ്മം അത് വായിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ്ലിഹായിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കൊടുത്തത് പൗലോസ്ലിഹ പറയുകയാണ്. എന്തുകൊണ്ടാണ് ലോകത്തിലെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ലോകത്തിന് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയാത്തത്? ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ് ക്രിസ്തു. അത് പൂർവ്വകാലങ്ങളില് മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഇപ്പോൾ പൗലോസ്ലിഹ പഠിപ്പിക്കുകയാണ്, അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നതുപോലെ പൂർവ്വകാലങ്ങളിൽ അറിവായി വന്നിരുന്നില്ല. അപ്പൊ ഈ കാലഘട്ടത്തിലും ഈ ക്രിസ്തു വെളിപ്പെടുന്നത് ആർക്കൊക്കെയാണ് വെളിപ്പെടുന്നത്? ഒന്നാമതായിട്ട് അവന്റെ അപ്പോസ്തലന്മാർക്ക്, അതുപോലെ അവന്റെ വിശുദ്ധന്മാർക്ക്. അപ്പൊ ഒന്നാമതായിട്ട് അവന്റെ അപ്പോസ്തലൻ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ അപ്പോസ്തലന്മാർക്കും ദൈവത്തിന്റെ പ്രവാചകന്മാർക്കും മാത്രമേ ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അനേക പ്രവാചകന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്. പക്ഷെ ദൈവത്തിന്റെ അപ്പോസ്തലന്മാർക്കും ദൈവത്തിന്റെ പ്രവാചകന്മാർക്കും മാത്രമേ ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ എന്നാണ് പൗലോസ്ലിഹ പഠിപ്പിക്കുന്നത്. ആ ക്രിസ്തു വെളിപ്പെടുന്നത് ആത്മാവിലൂടെയാണ്. ആത്മാവിലൂടെ എന്ന് പറഞ്ഞാൽ ആത്മീയതയിലൂടെയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മീയതയിലൂടെയാണ് ദൈവം ക്രിസ്തുവിനെ പ്രവാചകന്മാർക്കും ദൈവത്തിന്റെ അപ്പോസ്തലന്മാർക്കും ദൈവം ആത്മീയതയിലൂടെയാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വീണ്ടും പൗലോസ്ലിഹ പഠിപ്പിക്കുകയാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 26-ാം വാക്യത്തിലൂടെ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നത്. അത് അവന്റെ വിശുദ്ധന്മാർക്ക്, ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇവിടെ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നത് പൂർവ്വകാലങ്ങളില് ക്രിസ്തു മറഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ അത് അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ 3 കൂട്ടം ആളുകൾക്കാണ്, അല്ലെങ്കിൽ 3 തരം ആളുകൾക്കാണ് ദൈവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഒന്നാമത് അത് അപ്പോസ്തലന്മാർക്കാണ്, രണ്ടാമത് പ്രവാചകന്മാർക്കാണ്, മൂന്നാമത് അവന്റെ വിശുദ്ധന്മാർക്കാണ്. ഈ പറഞ്ഞ അപ്പോസ്തലനാണെങ്കിലും പ്രവാചകനാണെങ്കിലും വിശുദ്ധനാണെങ്കിലും അത് ദൈവത്തിന്റെ അപ്പോസ്തലനും ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ വിശുദ്ധനുമാണ് ദൈവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഈ ക്രിസ്തുവിനെ ലോകത്തിൽ ആദ്യമായിട്ട് വെളിപ്പെട്ട് കിട്ടിയത്, അല്ലെങ്കിൽ ആദ്യമായി ക്രിസ്തുവിനെ സ്വീകരിച്ചത് യേശു ആയിരുന്നു. നമുക്കറിയാം, യേശു ജനിക്കുമ്പോൾ യേശുവിന്റെ പേര് യേശു എന്നായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു എപ്പോഴാണ് യേശു ക്രിസ്തു ആയി തീർന്നത് എന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആരോട് ചോദിച്ചാലും അവര് പലവിധ ഉത്തരങ്ങളാണ് പറയുന്നത്. എന്നാൽ എപ്പോഴാണോ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത്, അല്ലെങ്കിൽ യേശുവിൽ എപ്പോഴാണോ ക്രിസ്തു വെളിപ്പെട്ടത്, ആ സമയം മുതലാണ് യേശു ക്രിസ്തു ആയി തീർന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, യേശുവിന് മാത്രമാണോ ഈ ക്രിസ്തു വെളിപ്പെടുന്നത്? യേശുവിന് മാത്രമല്ല,
ആരൊക്കെ ദൈവത്തിന്റെ അപ്പോസ്തലനും ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ വിശുദ്ധനുമായി തീരുന്നുവോ അവർക്ക് എല്ലാവർക്കും ക്രിസ്തു വെളിപ്പെടുമെന്നാണ് വചനത്തിലൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആദ്യമായിട്ട് ക്രിസ്തു വെളിപ്പെട്ടത് യേശുവിലായിരുന്നു. ഇനി ലോകത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ അല്ലെങ്കിൽ ഈ ക്രിസ്തു ആരെങ്കിലും വെളിപ്പെടുമോ? ഇവിടെ പൗലോസ്ലീഹ വചനം പഠിപ്പിക്കുകയാണ്. യേശു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി യേശു ക്രിസ്തുവായി തീർന്നു. യേശു ഈ വെളിപ്പാട് പുസ്തകത്തില് ദൈവം യേശുവിന് കൊടുത്ത വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം. അത് യേശു തന്റെ ദൂതനെ അയച്ച് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പൊ ആ വചനത്തിലൂടെ യേശു നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും യേശു വെളിപ്പെടുത്തുന്നത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യേശു പിതാവിന്റെ സന്നിധിയിലെത്തി പിതാവിനോടൊപ്പം ആയിത്തീർന്നതിന് ശേഷമാണ് യേശു ഈ ഒരു കാര്യം ലോകത്തിലെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ യേശു അടിവരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ക്രിസ്തുവിനെ ആർക്ക് വേണമെങ്കിലും ക്രിസ്തുവിനെ സ്വന്തമാക്കാമെന്നാണ്. നമുക്ക് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മള് ഒരു യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാകണമെങ്കിൽ ഇപ്പൊ നമ്മൾ BA BSc അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഏത് കോഴ്സ് പാസ്സാകണമെങ്കിലും യൂണിവേഴ്സിറ്റി പറയുന്ന മാനദണ്ഡം അനുസരിച്ച് നമ്മൾ ആ സിലബസ് പഠിച്ച് യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡം അനുസരിച്ച് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി ഒരു BA ഡിഗ്രി നമ്മൾ പാസ്സായാൽ നമ്മൾ BA കാരനായി തീർന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തു എന്നത് ദൈവം നൽകുന്ന ഒരു ദൈവിക പദവിയാണ്. ആ ദൈവം പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് ആര് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നുവോ അവരിലേക്ക് ക്രിസ്തു വരും എന്നാണ് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം ലോകത്തിന് മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയുന്നില്ല. അവര് ലോകം മനസ്സിലാക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു എന്ന് മാത്രമാണ് ലോകത്തിന് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിയുന്നുള്ളൂ. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും ക്രിസ്തുവായി തീരാം എന്നുള്ളതാണ്. നമുക്കത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ ആ വചനത്തിലൂടെ യേശു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇതാണ്: ജയിക്കുന്നവനെ ഞാൻ എന്റെ പിതാവിന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരു നാളും അവിടെ നിന്ന് പോവുകയില്ല. എന്റെ പിതാവിന്റെ നാമവും ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്നിറങ്ങുന്ന സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ ജെറുസലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. അപ്പൊ നമുക്ക് ആ വചനത്തിന്റെ അവസാനം മാത്രം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള വചനങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ യേശു ഇവിടെ പറയുന്നത് എന്റെ പുതിയ നാമവും ജയിക്കുന്നവന്. അപ്പൊ യേശു ലോകത്തിലെ ആയിരുന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുപോലെ നാം ഓരോരുത്തരും ലോകത്തെ ജയിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ലോകത്തെ ജയിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. അങ്ങനെ ആരൊക്കെ ലോകത്തെ ജയിക്കുന്നുവോ അവന് യേശുവിടെ പറയുന്നത്, അവൻ എന്റെ പുതിയ നാമം ഞാൻ അവന് നൽകും. അപ്പൊ യേശുവിന്റെ പുതിയ നാമം എന്തായിരുന്നു? നമുക്കറിയാം, യേശു നമ്മൾ ആദ്യം മനസ്സിലാക്കിയതുപോലെ യേശു ജനിച്ചപ്പോൾ യേശുവിന്റെ പേര് യേശു എന്നായിരുന്നു. അല്ലെങ്കിൽ യേശു എന്ന പേര് വിളിക്കണമെന്നാണ് മറിയത്തോടും യോസേപ്പിനോടും ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്. അങ്ങനെ യേശു എന്ന പേരിൽ യേശു ജനിച്ച് യേശു എന്ന പേരായിരുന്നു യേശുവിന്. ഈ യേശു ക്രിസ്തുവായി തീർന്നു. അപ്പൊ യേശുവിന്റെ പുതിയ പേര്, യേശുവിന്റെ പുതിയ നാമം ക്രിസ്തു എന്നാണ്. അപ്പൊ ഇവിടെ യേശു പിതാവിന്റെ സന്നിധിയിലെത്തി പിതാവിനോടൊപ്പം ആയിരുന്നിട്ട് നമുക്ക് ലോകത്തിലുള്ള മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്, എന്റെ ഈ പുതിയ നാമം, എനിക്ക് കിട്ടിയ ഈ ക്രിസ്തു എന്ന പുതിയ നാമം, ഈ ആരൊക്കെയാണോ ലോകത്തെ ജയിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഞാൻ എന്റെ പുതിയ നാമം നൽകുമെന്നാണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം, യേശുവിന് കിട്ടിയ ആ പുതിയ നാമമായ ക്രിസ്തു, ആ നാമം ആരൊക്കെ ലോകത്തെ ജയിക്കുന്നുവോ, ആരൊക്കെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നുവോ അവർക്കെല്ലാവർക്കും യേശുവിന്റെ പുതിയ നാമമായ ക്രിസ്തു എന്ന നാമം നൽകുമെന്നാണ് വചനം അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം
ഗ്രഹിക്കുവാൻ ലോകത്തിന് കഴിയാത്തത് കൊണ്ടാണ് ഈ ക്രിസ്തുവിനെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തത്. ആ ക്രിസ്തു ഇപ്പോഴും ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ്. ആരാണോ ഈ ക്രിസ്തു എന്ന മർമ്മം മനസ്സിലാക്കുന്നത്, ആ വ്യക്തിക്ക് പുതിയ നാമമായ ഈ യേശുവിന് ലഭിച്ച പുതിയ നാമം ആ ലോകത്തെ ജയിക്കുന്ന ആ വ്യക്തിക്കും ദൈവം നൽകുമെന്നാണ് വചനത്തിലൂടെ യേശു നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്. ഹോമർക്കെഴുതി ലേഖനം 16-ാം അധ്യായം അതിന്റെ 25-ഉം 26-ഉം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വാചനം ഒന്ന് വായിക്കാം. പൂർവകാലങ്ങളിൽ പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ഈ പൂർവ്വകാലങ്ങളില് ഈ ക്രിസ്തു ദൈവത്തിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. അങ്ങനെ കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം യേശുവിലൂടെ ആദ്യം ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് അത് പൂർണ്ണ അർത്ഥത്തിലെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ എത്തിയതിനു ശേഷം ഈ ക്രിസ്തു എന്ന മർമ്മം പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ പൗലോസ്ലീഹായിലൂടെയാണ് ഈ ക്രിസ്തു എന്ന മർമ്മം നമുക്ക് ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയത്. അങ്ങനെ അപ്പൊ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ് എന്തിനാണ് ദൈവം ഈ ക്രിസ്തു എന്ന മർമ്മം വെളിപ്പെടുത്തി കൊടുത്തത്. അത് ക്രിസ്തു എന്ന മർമ്മം ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 25-26 വാക്യത്തിലൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ഇത് പൂർവ്വകാലങ്ങളിൽ പറഞ്ഞു കിടന്നു, എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ഈ ക്രിസ്തു എന്ന മർമ്മം പ്രവാചകന്മാരുടെ എഴുത്തുകളിലൂടെ, അല്ലെങ്കിൽ പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചിരുന്നതായിരുന്നു ക്രിസ്തു എന്ന മർമ്മം. ഈ കാലത്തിന്റെ പൂർണ്ണതയിൽ യേശുവിലൂടെയും പൗലോസ്ലീഹായുടെ പ്രസംഗത്തിലൂടെയും ദൈവം ഈ ക്രിസ്തു എന്ന മർമ്മം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ എല്ലാവരും സ്ഥിരപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം പൗലോസ്ലീഹായിലൂടെയും യേശുക്രിസ്തുവിലൂടെയും ക്രിസ്തു എന്ന മർമ്മം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ നാം എല്ലാവരും ഈ മർമ്മം, ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഈ ക്രിസ്തു എന്ന മർമ്മം, അത് പൗലോസ്ലീഹ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയതുപോലെ ഈ ദൈവത്തിൽ മറഞ്ഞു കിടന്ന ദൈവത്തിന്റെ ജ്ഞാനം എത്രേ ഞാൻ മർമ്മമായി പ്രസ്താവിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്തു എന്നത് ദൈവത്തിൽ മറഞ്ഞു കിടന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ ജ്ഞാനമാണ് ക്രിസ്തു എന്നുള്ളത് ലോകത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ആ ക്രിസ്തു വിശ്വാസത്തില്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ദൈവം ക്രിസ്തുവിലൂടെയാണ് ദൈവത്തിലുള്ള എല്ലാ രക്ഷയും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ദൈവിക രക്ഷ ക്രിസ്തുവിലൂടെയാണ് ദൈവം മനുഷ്യർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ക്രിസ്തുവിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവിക രക്ഷ നമ്മൾ സ്വന്തമാക്കുവാനും അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ പങ്കാളികളായി തീരണമെന്ന ആ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ആ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ദൈവം നമ്മുടെ സ്വർഗീയ പിതാവ് പൗലോസ്ലീഹായിലൂടെ ആ മർമ്മമായ ദൈവത്തിൽ മറഞ്ഞു കിടന്ന ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തു എന്ന മർമ്മം പൗലോസ്ലീഹായിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് നാം എല്ലാവരും ക്രിസ്തുവിനെ സ്വീകരിച്ച് ആ ക്രിസ്തു വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പങ്കാളികളായി നമ്മൾ നിത്യജീവന് ഉടമകളായി തീരുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നാൽ ലോകം ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വചനം പഠിക്കുമ്പോൾ നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ക്രിസ്തുവിനെ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ജീവനിലേക്കുള്ള വഴി മനുഷ്യർക്ക് കണ്ടെത്തുവാൻ കഴിയാത്തത്. അല്ലെങ്കിൽ ജീവനിലേക്കുള്ള വഴിയിൽ മനുഷ്യർക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം
ഈ ക്രിസ്തു എന്ന മർമ്മം അല്ലെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ സ്വന്തമാക്കാത്തതുകൊണ്ടും അങ്ങനെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവിക രക്ഷ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയാത്തതിന്റെ കാരണം നാം ക്രിസ്തുവിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാനും കഴിയുന്നില്ല. കാരണം അവർക്കെപ്പോഴും ഈ ലോകത്തിനെപ്പോഴും ക്രിസ്തു എന്നാൽ യേശു എന്ന് മാത്രമേ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുള്ളൂ. അപ്പൊ നാം തിരിച്ചറിയേണ്ടത് ഈ ക്രിസ്തു എന്ന മർമ്മം ദൈവത്തിന്റെ പ്രവാചകന്മാർക്കും ദൈവത്തിന്റെ അപ്പോസ്തലന്മാർക്കും ദൈവത്തിന്റെ വിശുദ്ധന്മാർക്കും മാത്രമാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആർക്കാണ് ദൈവത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടിയത്? അവരിൽ നിന്ന് നാം പഠിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തമാക്കി ആ ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ നാം ഓരോരുത്തരും അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സ്വന്തമാക്കണമെന്നാണ് നമ്മുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്കെല്ലാവർക്കും ഈ ക്രിസ്തു എന്ന മർമ്മം ഗ്രഹിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്കെല്ലാവർക്കും ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവിക രക്ഷ സ്വന്തമാക്കി നമുക്ക് നമ്മുടെ പിതാവിനോടൊപ്പം നിത്യതയിൽ വസിക്കുവാൻ പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ക്രിസ്തു വിശ്വാസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അങ്ങനെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ എല്ലാവരും സ്വന്തമാക്കുവാൻ, ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ എല്ലാവരിലേക്കും എത്തുവാനും അങ്ങനെ എല്ലാവരും ഈ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വന്തമാക്കുവാനും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരെയും നമ്മുടെ സ്വർഗീയ പിതാവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.